ജ്ഞാനമസ്തി സമസ്തസ്യ ജനാർദ്ദന വിശേഷത വിശിഷ്യതി മഹാഭാഗ യാന്തി ചൈവം പുനഃ പുനഃ. ശ്ലോകം 35. ഇവിടെ ഭക്തി, ജ്ഞാനം, വിനയം, ഈ 3 കാര്യങ്ങൾ ദേവിയെ സ്മരിക്കുന്നവർക്ക് മനസ്സിൽ അഹങ്കാരം കുറഞ്ഞ് വിനയത്തോടുകൂടി എങ്ങനെ മാറാൻ സാധിക്കും? ഇത് ഹിന്ദു ദർശനത്തിലെ 3 മാർഗങ്ങളാണ്. ഡിവോഷൻ ഭക്തി, ജ്ഞാനം വിസ്ഡം, കർമ്മം റൈറ്റ് ആക്ഷൻ എന്നാണ്. ജീവിതം സന്തുലിതമാകും എന്നാണ്. ജ്ഞാനമസ്തി നമസ്തസ്യ, ജ്ഞാനം അറിവ്, അസ്തി ഉണ്ട്, നമസ്തസ്യ എല്ലാവർക്കുമുണ്ട്, ജനാർദ്ദന വിശേഷതഃ, ജനാർദ്ദനൻ വിഷ്ണു, എല്ലാത്തിൻ്റെയും ഭഗവാനായിട്ടുള്ള വിഷ്ണു, ദൈവം, വിശേഷതഃ പ്രത്യേകമായിട്ട്, വിശിഷ്യതി ഉന്നതമാക്കുവാൻ സാധിക്കുന്നു, വിശിഷ്യതി എന്നാണ്, വിശേഷവത്ത് ആക്കാൻ സാധിക്കുന്നു. മഹാഭാഗ യാന്തി ചൈവം പുനഃ പുനഃ, യാന്തി ചൈവം പുനഃ പുനഃ എന്നാണ്. എത്തും, യാന്തി എന്ന് പറഞ്ഞാൽ എത്തുന്ന അർത്ഥം. പുനഃ പുനഃ വീണ്ടും വീണ്ടും വരുന്നു. ഏതൊരു വ്യക്തിക്കും ജ്ഞാനം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ദൈവകൃപയുണ്ടെങ്കിൽ മാത്രം അത് ഉന്നതിയിലെത്താൻ സാധിക്കും. എങ്കിൽ മാത്രമേ മനസ്സ് നന്നാവുള്ളൂ. 2 തരത്തിലുള്ള ജ്ഞാനമാണ്. ഒന്ന് സാധാരണ അറിവും, ഒന്ന് ആത്മജ്ഞാനം. വിവേക വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറണമെങ്കിൽ അവനവനെ അറിയുന്ന അറിവ്, അവനവനെ അറിയുമ്പോൾ അവനവന് വേണ്ടത് എന്താണെന്ന് അറിയുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളവർക്കും ലോകത്തിലെവിടെയുള്ളവർക്കും വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയുന്നൊരു അറിവുണ്ട്. അതാണ് എന്നെ അറിയുമ്പോൾ ബാക്കിയുള്ളവരെയും അറിയും എന്ന് പറയുന്നത്. രശ്മി അസലായിട്ട് ചൊല്ലിയിട്ടുണ്ട്, പറഞ്ഞാൽ തീരില്ല. ഇത്തരം ചൊല്ലലുകളും കേൾക്കാനുള്ള ഭാഗ്യവും അത് മനസ്സിലാക്കാനുള്ള അറിയാനുള്ള കഴിവും ഒക്കെ കൂടിച്ചേരുമ്പോൾ ഓരോ ശ്ലോകമായിട്ട് ഓരോ ആഴ്ചയിലെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ 34-ാമത്തെ ശ്ലോകം കണ്ടു. മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് അവിടെ പറഞ്ഞതെങ്കിൽ ഇവിടെ ഔന്നിത്യത്തിലെത്താനുള്ള മാർഗമാണ് പറയുന്നത്. ഇങ്ങനെ ക്രമത്തിൽ ദേവിയുടെ ചിന്തകൾ, ദൈവകൃപയാൽ മാത്രം മോക്ഷം ലഭിക്കൂ, ലോകം മഹാമായയുടെ കളിയാണ്, ജ്ഞാനമുണ്ടായാലും മോഹമുണ്ടാവാം, അതിനെ അകപ്പെടുത്തി ഉൾപ്പെടുത്തി മനസ്സിലാക്കി ആത്മജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ വലിയ വലിയ നിലയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. രശ്മി ചൊല്ലുന്നത് ഒന്നുകൂടി കേൾക്കാം. ജ്ഞാനമസ്തി സമസ്തസ്യ ജനാർദ്ദന വിശേഷത വിശിഷ്യതി മഹാഭാഗ യാന്തി ചൈവം പുനഃ പുനഃ.